ഹായ് ഗൈസ്, സ്റ്റോറി ടൈം. ഞാനൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ട ആൾക്ക് എന്ത് ടാസ്ക് കൊടുത്താലും അത് ചെയ്യാതെ മാറി നിൽക്കും. എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഭയങ്കര സ്റ്റബോണായിട്ട് പറഞ്ഞിട്ടായിരിക്കും ഓരോ ടാസ്കും അയാൾ ഡിസ്മിസ് ചെയ്ത് കളയുന്നത്. നമ്മൾ അയാളെ ഒരുപാട് പുഷ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെയും ചെയ്തു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പോലും അയാൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്കിതൊന്നും അറിയില്ല, എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ബാക്ക് ഓഫ് ചെയ്യും. പിന്നീടൊരു സമയത്ത് അയാളോട് അയാളുടെ കുട്ടിക്കാലത്തെ പറ്റി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇയാളുടെ ചെറുപ്പത്തിൽ അയാളുടെ കുടുംബത്തിലോ അയാളുടെ ജീവിതത്തിലോ ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തി സ്ഥിരമായി ഈ പറയുന്ന വ്യക്തിയോട് നിനക്ക് ബുദ്ധിക്കുറവുണ്ട്, നിനക്ക് ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട്, നിനക്ക് ബാക്കിയുള്ള കുട്ടികളുടെ അത്ര ബുദ്ധി നിനക്കില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അയാൾക്കൊരു 10-65 വയസ്സെങ്കിലും മിനിമം കാണും. ഇന്നും അയാൾ എന്ത് ടാസ്ക് ചെയ്യാൻ കൊടുത്താലും അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ മാറി നിൽക്കുന്നത് ഉള്ളിൽ ബുദ്ധിക്കുറവുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഇൻ റിയാലിറ്റി അയാൾക്ക് IQ കുറവാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതോ ഒരു പ്രായത്തിൽ ഏതോ ഒരാൾ പറഞ്ഞ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഈ 65 വയസ്സിലും കോൺഫിഡൻസ് ഇല്ലാതെ ഈ വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്താണെന്നറിയോ? നിങ്ങളുടെ ബ്രെയിനിന് ആക്ച്വലി ശരി ഏത് തെറ്റേത് എന്ന് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിന് എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ബ്രെയിൻ ബിലീവ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ സെൽഫ് ടോക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു ടാസ്ക് ചെയ്യേണ്ടി വരുമ്പോൾ അയ്യോ എനിക്കൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ കുറവുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ നിനക്കതിനുള്ള കഴിവില്ല, അത്രയ്ക്കൊന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനും അത് തന്നെ ബിലീവ് ചെയ്യുള്ളൂ, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടേ അത് തരുള്ളൂ. സോ whenever you are identifying that you are giving negative statements to yourself, അത് അപ്പം തന്നെ നിർത്തുക. എന്നിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അതായത് നിനക്കതിനുള്ള കഴിവില്ല എന്ന് ബിലീവ് ചെയ്യുന്നിടത്ത് ഒന്ന് ചെയ്തു നോക്കാം, ചിലപ്പോൾ പറ്റിയാലോ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് തന്നെ സ്വയം പറഞ്ഞു നോക്കുക. അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരും. നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരിക്കുള്ള പൊട്ടൻഷ്യലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ആളെ നെഗറ്റീവ് പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ടല്ലേ. അതേപോലെ തന്നെ നിങ്ങളോടൊന്ന് ചെയ്ത് നോക്ക്.